ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വരുംകാല എൽ സി യു സിനിമകളിൽ ദളപതി വിജയ് പാർത്ഥിപനായിട്ടാണോ ലിയോദാസ് ആയിട്ടാണോ വരാൻ പോവുക എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിലിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഒന്ന് പറയുന്നുണ്ട്, ഇനിയുള്ള എൽ സി യു സിനിമകളിൽ ദളപതി വിജയ് ലിയോദാസ് ആയിട്ടായിരിക്കില്ല വരിക, പാർത്ഥിപൻ എന്ന ക്യാരക്ടറായിട്ടായിരിക്കും, ലിയോദാസ് ഇനി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പല രീതിയിൽ കമൻസ് വരുന്നുണ്ട്. പലർക്കും ഒരുപാട് ഡൗട്ട്സും ഉണ്ട്. വരുംകാല എൽ സി യു സിനിമകളിൽ വിജയണ്ണൻ ലിയോയായിട്ടായിരിക്കുമോ എത്തുക അതോ പാർത്ഥിപനായിട്ടായിരിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലിയോ എൽ സി യു യൂണിവേഴ്സിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആൻഡ് നൊട്ടോറിയസ് വില്ലൻ എന്ന് പറയുന്നത് ലിയോദാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിയോ എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ദളപതി എത്തിയിരിക്കുന്നത് രണ്ട് പേരുകളിലാണ്, പാർത്ഥിപൻ അതുപോലെ ലിയോദാസ്. രണ്ടാളും ഒന്ന് തന്നെയാണ്, എന്നാൽ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്, ആൾട്ടർ ഈഗോ. സിനിമയുടെ ട്രെയിലറൊക്കെ വന്ന ടൈമിൽ പേഴ്സണലി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ലിയോദാസ് എന്ന ആ ഒരു ക്യാരക്ടർ ലോകേഷ് ഹൈഡ് ചെയ്ത് വെക്കുകയും വേറെ ലെവലിലായിരിക്കും സിനിമയിൽ ആ ക്യാരക്ടർ സ്കോർ ചെയ്യുക എന്നായിരുന്നു. പാർത്ഥിപന് ഓവർ പ്രത്യേകിച്ച് റോൾസൊക്കെ കുറവായിരിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാം തല തിരിച്ചാണ് സംഭവിച്ചത്. ലിയോ എന്ന പടം മൊത്തത്തിൽ ഷോൾഡറിൽ താങ്ങി മുഴുവനായിട്ട് കൊണ്ടുപോയത് പാർത്ഥിപനായിരുന്നു. ലിയോദാസിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ക്ലിക്കാവാത്തത് കൊണ്ട് മാത്രം ലിയോദാസ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ അധികാർക്കും ഇഷ്ടമായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പാർത്ഥിപൻ എന്ന ക്യാരക്ടറിന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. കാരണം അവിടെ നമ്മൾ കണ്ടത് പെർഫോമർ വിജയിനെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വരുംകാല എൽ സി യു സിനിമകളിൽ വിജയണ്ണൻ എത്താൻ പോകുന്നത് പാർത്ഥിപനായിട്ടായിരിക്കില്ല, ലിയോദാസ് ആയിട്ട് തന്നെയാണ്. കാരണം എൽ സി യു എന്ന യൂണിവേഴ്സിന് ആവശ്യം ലിയോദാസ് എന്ന വില്ലനെയാണ്, പാർത്ഥിപൻ എന്ന ഫാമിലി മാനെ അല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ലോകേഷ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ലിയോയിലെ ആ ഒരു കോഫി ഷോ ഫൈറ്റിൽ വെച്ചിട്ട് വിജയ് 4 പേരെ ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആരൊക്കെ പോയി പാർത്ഥിബ പാർത്ഥിബ എന്ന് വിളിച്ചാലും ഒരു 3 വട്ടം വിളി കേട്ടതിന് ശേഷമേ വിജയ് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ലിയോദാസ് പുറത്തു വന്നു. അതിനുശേഷം പുള്ളിയുടെ മൈൻഡിൽ താൻ ലിയോ ആണെന്നാണ്. പാർത്ഥിപൻ എന്നൊരു പേരെ പുള്ളി മറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു 3 വട്ടയിൽ വിളിച്ചതിന് ശേഷം പുള്ളി റിയാക്ട് ചെയ്യുന്നത്. ഇക്കാര്യം ലോകേഷ് തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. പാർത്ഥിപനും ലിയോയും ഒരാളാണ്, അത് സമ്മതിച്ചു. എന്നാൽ ഡിവൽ പേഴ്സണാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾട്ടർ ഈഗോ. പാർത്ഥിപൻ്റെ ഉള്ളിലുള്ള ഒരു ഡീമോണാണ് ലിയോ. ലിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഈ പാർത്ഥിപൻ ലിയോ ആ ഒരു ക്യാരക്ടർ അതൊരു സൈക്കോ ക്യാരക്ടറാണ്. ലിയോ എന്ന താൻ സ്വയം മരിച്ചെന്ന് തന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നാട്ടുകാരെ മുമ്പിലെല്ലാം വിശ്വസിപ്പിച്ച് ജീവിക്കുന്ന ഒരു സൈക്കോ ക്യാരക്ടറാണ് ഈ പാർത്ഥിപൻ അല്ലെങ്കിൽ ലിയോദാസ്. ലിയോദാസ് എന്ന തൻ്റെ യഥാർത്ഥ ഫേസ് മറച്ചു വെച്ച് പാർത്ഥിപൻ എന്ന ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നു. തൻ്റെ യഥാർത്ഥ കഥ അന്വേഷിച്ച് വരുന്നവരെയല്ല, അതിപ്പോൾ സ്വന്തം നൻപനായാലും അച്ഛനായാലും ചിറ്റപ്പനായാലും തീർത്തിരിക്കും. സോ ഇങ്ങനെയൊരു ക്യാരക്ടറിനെയാണ് എൽ സി യു യൂണിവേഴ്സിന് ആവശ്യം. ഇപ്പോൾ പാർത്ഥിപനെ എടുത്താൽ തന്നെ പാർത്ഥിപൻ ഒരു പാവം ഫാമിലി മാനാണ്. ഒരു കോഫി ഷോപ്പ് നടത്തി തൻ്റെ ഫാമിലിക്കൊപ്പം ഹാപ്പിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ലിയോദാസിലേക്ക് വരുമ്പോൾ ഡ്രഗ്സുമായിട്ട് നടക്കുന്ന ഒരു കൊടൂര വില്ലൻ, സ്വന്തം ഫാമിലിക്ക് വേണ്ടി, അതായത് അച്ഛന് വേണ്ടി സ്വന്തം നൻപനെ പോലും കൊന്നു തള്ളാൻ മടിയില്ലാത്തവൻ. സോ ഈ ഒരു 2 ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ 2 പേഴ്സണാലിറ്റീസിൽ എൽ സി യുവിന് വേണ്ടത് ലിയോദാസിനെയാണ്. അല്ലാതെ എൽ സി യുവിലേക്ക് ഫാമിലി മാനായിട്ടുള്ള പാർത്ഥിപൻ വന്നിട്ട് ഒരു കാര്യമല്ല. അവിടെ ആവശ്യം ലിയോദാസാണ്. അതുകൊണ്ടാണ് ലിയോ എന്ന് ആ സിനിമയ്ക്ക് ടൈറ്റിൽ വന്നത്. അല്ലെങ്കിൽ ലോകേഷിന് പാർത്ഥിപൻ എന്ന ടൈറ്റിൽ വെക്കാവുന്ന കാര്യമുള്ളൂ. എന്നാൽ അവിടെ ആവശ്യം ലിയോദാസിനെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുംകാല എൽ സി യു സിനിമകളിൽ വിജയണ്ണൻ എത്താൻ പോകുന്നത് ലിയോദാസ് ആയിട്ടായിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, അതെങ്ങനെ ശരിയാവും? പാർത്ഥിപൻ ഇപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്, ഭാര്യ 2 മക്കൾ, അങ്ങനെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ലിയോദാസ് വരുമോ? അവൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ലിയോദാസ് വരികയുള്ളൂ. ഇപ്പോൾ ഫാമിലി ഉണ്ടല്ലോ, അതുകൊണ്ട് പാർത്ഥിപനായിട്ടാണ് ഇരിക്കുക. ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ ലിയോദാസ് പുറത്തു വരൂ. എല്ലാവരുടെയും ഡൗട്ട്സ് ശരിയാണ്, ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ ലിയോദാസ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ എൻ്റെ പാസ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ
ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം തിരുത്താൻ കിട്ടിയ അവസാന ചാൻസാണ് ഈ കുടുംബം. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏത് ലെവൽ വരെയും പോകും. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ലിയോയുടെ ആയാലും പാർത്ഥിബൻ്റെ ആയാലും വീക്ക് പോയിൻ്റ് ഫാമിലിയാണ്. നിങ്ങളിപ്പോൾ LCUവിലെ 3 സിനിമകൾ എടുത്താലും കൈദി, വിക്രം, ലിയോ, ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം വീക്ക് പോയിൻ്റ് ഫാമിലിയാണ്. കൈദിയിലെ ഡില്ലിക്കാണെങ്കിൽ വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് മകളാണ്. വിക്രം സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏജൻറ്റ് വിക്രമിൻ്റെ വീക്ക് പോയിൻ്റ് പേരക്കുട്ടിയാണ്. അതുപോലെ അമറിൻ്റെ വീക്ക് പോയിൻ്റ് വൈഫാണ്. വില്ലനായ സന്ദരത്തിൻ്റെ വീക്ക് പോയിൻറ്റും ഫാമിലിയാണ്. ഇനി ലിയോ സിനിമയിലേക്ക് വരികയാണെങ്കിലും ലിയോ ഓർ പാർത്ഥിബൻ അവരുടെ എല്ലാ വീക്ക് പോയിൻ്റ് ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ലിയോ സിനിമയിലെ ഫസ്റ്റ് കോഫി ഷോ ഫൈറ്റ് അവിടെ വെച്ചിട്ടാണ് പാർത്ഥിബൻ്റെ ഉള്ളിൽ നിന്ന് ലിയോദാസ് പുറത്ത് വരുന്നത്. എന്തുകൊണ്ട്? സ്വന്തം മകളെ സൈക്കോ കില്ലർ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് ലിയോദാസിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഫൈറ്റ് ഫാമിലീനെ ആക്രമിക്കാൻ വരുമ്പോൾ ലിയോദാസ് പുറത്തു വന്ന് എല്ലാത്തിനെയും അടിച്ചു കൂട്ടും. അവിടെയൊന്നും പാർത്ഥിബനില്ല, ലിയോദാസാണ്. സോ ലിയോദാസ് പുറത്തു വരണമെങ്കിൽ അത് ഫാമിലിക്ക് എന്തേലും സംഭവിക്കണം. ഇവിടെയാണ് ലോകേഷിൻ്റെ സ്ഥിരം ആ ക്ലീശ സംഭവം വരാൻ പോകുന്നത്. ഫാമിലീനെ തീർക്കുക, അല്ലാണ്ട് വേറൊരു ഓപ്ഷനില്ല. ഫാമിലി ഇല്ലാണ്ടായാൽ ലിയോദാസ് ഉറപ്പായിട്ടും പുറത്തു വരും. തൻ്റെ പാസ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകൾ ലിയോ ചെയ്തിരുന്നു. ആ തെറ്റുകൾ തിരുത്താൻ കിട്ടിയ അവസാന ചാൻസ് ആയിരുന്നു ഈ ഒരു ഫാമിലി. ആ ഫാമിലിയും കൂടി ഇല്ലാണ്ടായാൽ പാസ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളേക്കാൾ എക്സ്ട്രീം ലെവൽ തെറ്റുകളായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ലിയോദാസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കത്തിക്കാണും, വരുംകാല LCU സിനിമകളിൽ ദളപതി വിജയ് ലിയോയായിട്ടായിരിക്കുമോ പാർത്ഥിബനായിട്ടായിരിക്കുമോ വരികയെന്ന്. ഇനി അതിലാർക്കും ഒരു ഡൗട്ട് വേണ്ട, കൺഫേം ലിയോദാസ് ആയിട്ട് തന്നെയാണ് വരുംകാല LCU സിനിമകളിൽ ദളപതി വിജയ് എത്താൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ലോകേഷിൻ്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ലിയോദാസിൻ്റെ ഫാമിലിയെ അല്ലെങ്കിൽ പാർത്ഥിബൻ്റെ ഫാമിലിയെ ലിയോയിൽ ഒന്നും ചെയ്യാതെ ബാക്കി വെച്ചു? അത് ഫ്യൂച്ചറിലേക്കാണ്. ഇപ്പോൾ കൈദിയിലാണെങ്കിലും ഡില്ലിക്ക് മകളുണ്ട്, അത് പോട്ടെ. വിക്രം സിനിമയിലാണെങ്കിൽ ഏജൻറ്റ് വിക്രമിൻ്റെ സ്വന്തം മകനെ ഇല്ലാണ്ടാക്കി കൊന്നുകളഞ്ഞു. അവിടുന്നാണ് വിക്രം ഹൈ വോൾട്ടേജ് ആവുന്നത്. അതിൻ്റെ റിവെഞ്ചും പ്ലസ് ഡ്രഗ് ഫ്രീ സൊസൈറ്റി. ഇനി അമർ എന്ന ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ അമറിന് ആകെ ഉള്ളത് വൈഫ് മാത്രമാണ്. വൈഫിനെയും തീർത്തു. ഇനി സന്തനം എന്ന വില്ലൻ ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സന്തനത്തിൻ്റെ സ്വന്തം അനിയനെ വരെ ബാത്റൂമിൽ, അതും ക്ലോസറ്റിൽ ബോംബ് വെച്ച് തീർത്തു. സോ ഹീറോസിൻ്റെ ആയാലും വില്ലന്മാരുടെ ആയാലും ഫാമിലീനെ തീർക്കുക അത് ലോകേഷിൻ്റെ സ്ഥിരം ഏർപ്പാടാണ്. അപ്പോൾ ഇതേ സ്ഥിര ഏർപ്പാട് തന്നെയാണ് ലോകേഷ് ലിയോയ്ക്കും വെച്ചിട്ടുള്ളത്. ഫാമിലി, ലിയോയുടെ ഫാമിലി എന്തായാലും തീർക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എന്നാലല്ലേ ലിയോദാസ് പുറത്തു വരൂ, അല്ലാണ്ട് വേറെ കാര്യമില്ലല്ലോ. പണ്ട് ഡ്രഗ്സും കാര്യമായിട്ട് നടന്ന ഒരു കൊടൂര വില്ലൻ ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഒരു പാവത്താനായിട്ടുള്ള ഒരു ഫാമിലി മാനായി ജീവിക്കുന്നു. ആ ഫാമിലിയും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവൻ ആ പഴയ അവസ്ഥയിലേക്ക് അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പഴയതിനേക്കാളും എക്സ്ട്രീം ലെവൽ ബ്രൂട്ടൽ വില്ലനിസം ആയിരിക്കും ലിയോദാസ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.